കിറ്റി എന്തേ? നമ്മുടെ സൺഡേ സ്കൂളിന്റെ സ്ഥാപകൻ ആരാണ്? റോബർട്ട് റൈസ്. റോബർട്ട് റൈസ് മിടുക്കനാ. നമ്മുടെ യേശു അപ്പച്ചനെ നമ്മുടെ ശിശുക്കളെ തടഞ്ഞവരോട് എന്താ പറഞ്ഞേ? ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്. അവരെ തടുക്കരുത്. ഇതിനെ ആസ്പദമാക്കി ഇറയങ്കോടിലെ ചേട്ടന്മാരും ചേച്ചിമാരും കൊച്ചു കൂട്ടുകാരും വളരെ ഒരു ഷോർട്ട് ഫിലിം ഒരുക്കുകയാണ്. ഷോർട്ട് ഫിലിമോ? ഷോർട്ട് ഫിലിം ഒരുക്കുകയാണ്. പാട്ടുകളിലൂടെയും ആക്ഷൻ സോങ്ങിലൂടെയും കഥകളിലൂടെയും നമ്മെ രസിക്കുവാൻ വേണ്ടി അവർ വരികയാണ്. കിറ്റി റെഡിയാണോ? റെഡിയാണ്. കിറ്റി റെഡിയാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ റെഡിയാണോ? കിറ്റി റെഡിയാണ്. യെസ്. ഞായറാഴ്ച പള്ളിക്കൂടം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആരെയാണ് ഓർമ്മ വരുന്നത്? കുഞ്ഞുങ്ങളും ഫാക്ടറികളിലേക്ക് ജോലിക്കായിട്ട് പറഞ്ഞു വിട്ടു. അത് കാണാനിടയായ റോബർട്ട് റൈസ് വളരെയധികം ദുഃഖിതനായി. അതിനെന്ത് പരിഹാരം കൊടുക്കാം എന്ന് ആലോചിച്ചപ്പോൾ അദ്ദേഹം മെർത്തിൻ എന്ന വനിതയുടെ വീട്ടിൽ ഈ കുഞ്ഞുങ്ങളെല്ലാം ക്ഷണിച്ചു. എന്നാൽ അത് ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു? നിരസിക്കുകയാണ് ഉണ്ടായത്. കുറച്ച് കുഞ്ഞുങ്ങൾ അദ്ദേഹത്തോടൊപ്പം മെർത്തിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന ആ കുഞ്ഞുങ്ങള് അദ്ദേഹം പുതിയ വസ്ത്രങ്ങളും നല്ല ഭക്ഷണമൊക്കെ കൊടുത്തു. അതോടൊപ്പം യേശുവിൽ കൂടെയുള്ള രക്ഷയെക്കുറിച്ച് വിളിച്ചു. അങ്ങനെ അന്ന് തുടങ്ങിയ ആ സൺഡേ സ്കൂൾ ഇന്ന് ലോകമെമ്പാടും പടർന്ന് പന്തലിച്ച് നിൽക്കും. അല്ലേ? നമുക്ക് എല്ലാവർക്കും ഇന്ന് സൺഡേ സ്കൂളിൽ വന്നിരുന്ന് ഇതുപോലെ പഠിക്കാനായിട്ടുള്ള ഒരു അവസരം റോബർട്ട് റൈസ് തുടങ്ങി വെച്ച ആ പ്രസ്ഥാനത്തിലൂടെ ഇന്ന് കഴിയും. നിങ്ങൾക്കറിയാം, നമ്മളിവിടെ കണ്ടു ഫാക്ടറികളിലൊക്കെ ആരെ കൊണ്ടാണ് ജോലി ചെയ്യിച്ചത്? കുട്ടികളെ കൊണ്ടാണ് ജോലി ചെയ്യിച്ചത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും കുഞ്ഞുങ്ങൾ ഇതുപോലെ ജോലി ചെയ്യുന്നത്? എവിടെയാ കണ്ടിട്ടുള്ളത്? വർക്ക്ഷോപ്പുകളില്, പിന്നെ ഫാക്ടറികളില്, ഹോട്ടലുകളില് ഒക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഭാരതത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ പോലും അങ്ങനെ കഷ്ടത അനുഭവിക്കുന്ന അല്ലെങ്കിൽ ബാലവേല ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കൈതാങ്ങാനും യേശുവിനെ കുറിച്ചുള്ള യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ഈ സൺഡേ സ്കൂൾ എന്ന വലിയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യണം? കഴിയണം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്കൂളുകളിലായിരുന്നാലും നിങ്ങളുടെ ചുറ്റുവട്ടത്തായിരുന്നാലും നിങ്ങൾ ആരെക്കുറിച്ച് സാക്ഷിക്കണം? യേശുവിനെ കുറിച്ച് സാക്ഷിക്കണം. അതിന് നമ്മെ സർവശക്തനായ ദൈവം പ്രാപ്തരാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അഴകുള്ള ചുണ്ടി ചിരിമാഞ്ഞതെന്തേ? അഴകുള്ള ചുണ്ടി ചിരിമാഞ്ഞതെന്തേ? കനിവിന്നു തേടുന്ന പൈതലേ, അലിവിന്നു കേഴുന്നൊരോമലേ, കാണുന്നതിൽ ഇന്ന് ലോകവും കാണാതെ പോകുന്നു നമ്മളും. കൺതുറക്കൂ, നാം സംഘടിക്കൂ, ഒരു മനസ്സായി ഇന്ന് പ്രതികരിക്കാം. ബാലവേല ഇനി വേണ്ടി വീട്, ഒരു കുഞ്ഞിന്റെ തേങ്ങലും വേണ്ടി വീട്. ബാലവേല ഇനി വേണ്ടി വീട്, ഒരു കുഞ്ഞിന്റെ തേങ്ങലും വേണ്ടി വീട്. അഴകുള്ള ചുണ്ടി ചിരിമാഞ്ഞതെന്തേ? അഴകുള്ള ചുണ്ടി ചിരിമാഞ്ഞതെന്തേ? കനിവിന്നു തേടുന്ന പൈതലേ, അലിവിന്നു കേഴുന്നൊരോമലേ, കാണുന്നതിൽ ഇന്ന് ലോകവും കാണാതെ പോകുന്നു നമ്മളും. കൺതുറക്കൂ, നാം സംഘടിക്കൂ,
മനസ്സായെന്ന് പ്രതികരിക്കാം. ബാലവേല ഇനി വേണ്ടി വീട്, ഒരു കുഞ്ഞിന്റെ തേങ്ങലും വേണ്ടി വീട്. ബാലവേല ഇനി വേണ്ടി വീട്, ഒരു കുഞ്ഞിന്റെ തേങ്ങലും വേണ്ടി വീട്. നന്മ നിറയുന്ന ഭാരതം, ഒരു നല്ല കരുത്തുള്ള ഭാരതം. പിഞ്ചു പൈതങ്ങളെ എന്നും കാക്കുന്ന പുണ്യമൊഴുകുന്ന ഭാരതം. നമ്മളൊന്നായൊരുക്കുമീ ഭാരതം. ഭാരതം എന്റെ ഭാരതം. ഭാരതം എന്റെ ഭാരതം. ഭാരതം എന്റെ ഭാരതം. നന്മ നിറയുന്ന ഭാരതം, ഒരു നല്ല കരുത്തുള്ള ഭാരതം. പിഞ്ചു പൈതങ്ങളെ എന്നും കാക്കുന്ന പുണ്യമൊഴുകുന്ന ഭാരതം. നമ്മളൊന്നായൊരുക്കുമീ ഭാരതം. ഭാരതം എന്റെ ഭാരതം. ഭാരതം